പക്ഷെ പ്രേക്ഷകരുടെ കുഴപ്പം എന്ന് പറഞ്ഞാൽ ഞാൻ തുറന്നു പറഞ്ഞതൊന്നും തോന്നുന്നില്ല, നിലപാടില്ലാത്ത പ്രേക്ഷകരെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും. 9 ലക്ഷം പേരാണ് 3 ദിവസത്തിനുള്ളിൽ അത് കണ്ടത്. അതേതാണ്ട് ഇനി 1 മില്യൺ അടിക്കും, അതെന്തെങ്കിലും ആയിക്കോട്ടെ. അതിൽ 7000 പേരാണ് എന്നെ തെറി വിളിച്ചിരിക്കുന്നത്. രേണുസുധിയെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഐ ആം ഹാപ്പി വിത്ത് ദാറ്റ്, ബിക്കോസ് അവരത് ഡിസേർവ് ചെയ്യുന്നുണ്ട്. എന്നിലൂടെയെങ്കിലും രേണുസുധി, അതായത് ഇന്റർവ്യൂവിന്റെ തൊട്ടടുത്ത മൊമെന്റ് വരെയും അവരുടെ ക്ലിപ്പ് ബൈറ്റ്സ് എടുത്തു വെച്ച് അവരെ തെറി പറഞ്ഞ ആരാധകരാണ് ഇവിടെ വന്ന് കിടന്നിട്ട് രേണുസുധി ഇപ്പൊ വലിയ നല്ലതാണ്, രേണുസുധി നേരത്തെ നല്ലത് തന്നെയാണ്, രേണുസുധി മോശക്കാരി അല്ലായിരുന്നു, പക്ഷെ അവരെ ഒരു ആവശ്യമില്ലാത്ത രീതിയിൽ അവരുടെയും ലക്ഷ്മി നക്ഷത്രയുടെയും അവരോടൊപ്പം അഭിനയിക്കുന്ന ആൾക്കാരുടെയും ദാസേട്ടന്റെയും ഒക്കെ പേര് വലിച്ചടിച്ചു കൊണ്ട് രേണുസുധി 2ാമത് കെട്ടിക്കാൻ നടക്കുന്നു. ആ രേണുസുധ മകനെ പോലും വെറുതെ വിടാതെ ടെറർ ചെയ്യിപ്പിച്ച, ഹരാസ് ചെയ്യിച്ച പ്രേക്ഷകരായ നിങ്ങളോട് എനിക്ക് വന്ന് ഇതിന്റെ ഒരു വിശദീകരണം നൽകേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ കഥ അറിയാതെ ആട്ടം കാണുന്ന ചില പൊട്ടന്മാരുണ്ടല്ലോ, ആ പൊട്ടന്മാരാണ് ഈ 7000 പേരെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഹായ് ഗൈസ്, നമ്മൾ കണ്ടിട്ട് കുറെ കാലമായില്ലേ. ഞാൻ ഒരു വലിയ ലോങ് ലീവിലായിരുന്നു. അപ്പൊ എന്നെ കാണാതിരുന്ന സമയത്ത് എവിടെ പോയി, വീഡിയോ ഇടലൊക്കെ നിർത്തിയോ എന്നൊക്കെ ചോദിച്ച് ഒരുപാട് പേര് മെസ്സേജ് അയച്ച് കണ്ടിരുന്നു. വളരെ സന്തോഷം. എന്നെ കാണാതിരുന്നപ്പോൾ അന്വേഷിക്കാൻ നിങ്ങൾ കാണിച്ച ആ ഒരു മനസ്സിൽ എനിക്ക് മനസ്സിലായി. വെറും 2000-3000 അടുത്ത് സബ്സ്ക്രൈബേഴ്സ് ഉള്ള എനിക്കും എന്നെ മനസ്സിലാക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എന്ന് മനസ്സിലായി. താങ്ക് യു. എന്തൊക്കെയാണ് ഈ ഒരു 14 ദിവസം കൊണ്ട് നടന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫോണ് തുറക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഒരുപാട് സംഗതികളുണ്ട്. ഞാൻ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ബിസി ആയിപ്പോയി. ചില ആൾക്കാരുടെ വിചാരം യൂട്യൂബ് തുറന്നു വെച്ചൊരു വീഡിയോ എടുത്ത് അതിൽ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോഴേക്കും പിറ്റേന്ന് എനിക്കൊരു 5-6 ലക്ഷം രൂപ കിട്ടും, പിന്നെ ഒരു 5-6 മാസത്തേക്ക് ജീവിക്കാൻ അത് മതി എന്ന് ചിന്തിച്ച് ഞാനിടുന്ന വീഡിയോൻ്റെ താഴെ നെഗറ്റീവ് പറയുന്ന ഒരുപാട് പേരുണ്ട്. അവർക്കറിയത്തില്ലല്ലോ നമ്മുടെ ജോലി, വേല, കൂലി എന്താണെന്നുള്ളതൊന്നും. അപ്പോൾ ഞാൻ വർക്കിൻ്റെ കാര്യങ്ങളായിട്ട് കുറച്ച് ബിസി ആയിപ്പോയി. 14 ദിവസം ഫോൺ തൊടാനുള്ള സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇന്നാണ് ഇപ്പോൾ ഒന്ന് ഫ്രീ ആയത്. അതുകൊണ്ടാണ് പഴയ പോലെ ഗോതയിലേക്ക് ഇറങ്ങിയത്. ഞാനൊരു വീഡിയോ നിങ്ങൾക്ക് ഇവിടെ പ്ലേ ചെയ്ത് കാണിക്കാം. എനിക്ക് എന്റെ ഇഷ്ടത്തിന് അഭിനയിച്ച് ഞാൻ ജീവിക്കുന്നു. അതിന് ഇവിടെ ആർക്കും എന്ത് പ്രശ്നം എനിക്കറിയില്ല. ഞാൻ ആരുടെ തലയിൽ ചെന്ന് കയറിയിരുന്നല്ല അഭിനയിക്കുന്നത്. എന്നാലും സുധിച്ചേട്ടന്റെ ഭാര്യ ഒരു ധാർമ്മിക ഉത്തരവാദിത്ത സമൂഹത്തിൽ ധാർമ്മിക ഉത്തരവാദിത്തം എന്താ വീട്ടിൽ ഇരിക്കണോ? സുധിച്ചേട്ടന്റെ ഭാര്യ എന്നാലും ഒരു മാന്യമായ രീതിയിൽ താങ്കൾക്ക് എന്ത് എനിക്ക് മാന്യത കുറവൊന്നും തോന്നിയിട്ടില്ല. ഇത് തന്നെയാ കുഴപ്പം. അത് തന്നെയാ കുഴപ്പം. എനിക്ക് മാന്യത കുറവൊന്നും തോന്നിയിട്ടില്ല. ശരിയാണ്, അല്ലെങ്കിൽ താങ്കൾ ചെയ്യുന്ന അത് എന്റെ വ്യക്തിപരമാണ്. ഞാൻ ചെയ്യുന്നത് വ്യക്തിപരം എന്ന് പറയുമ്പോൾ വ്യക്തിപരമായിട്ട് താങ്കൾ വീട്ടിലിരുന്ന് താങ്കളുടെ മാത്രം കൺമുമ്പിൽ ഇരുന്നുകൊണ്ട് ഇതൊക്കെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. വ്യക്തിപരമല്ല, എന്നെ വിളിക്കുന്ന പൊതുമുതലാണ്. അത് പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് പറയൂ, എന്നെ വിളിക്കുന്നത് ഇനി എന്തൊക്കെ പറഞ്ഞാലും എന്നെ എന്താ പറയാ അഭിനയിക്കും. ഇനിയും ഷോർട്ട് ഫിലിം ആകട്ടെ, സിനിമ ആകട്ടെ, ആൽബം ആകട്ടെ, വെബ് സീരീസ് ആകട്ടെ, എന്ത് റീൽ ആകട്ടെ, ഫോട്ടോഷൂട്ട് ആകട്ടെ, എന്നെ ഇനി ആര് വിളിച്ചാലും എനിക്ക് ഇണങ്ങുന്ന രീതിയാണോ ആ വേഷം അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടർ ഞാൻ ചെയ്തിരിക്കും. ഓക്കെ, കണ്ടല്ലോ. ഇത് രേണുസുധീനെ ഇപ്പോഴത്തെ ഇന്റർവ്യൂ ചെയ്തൊരു സംഭവമാണ്. ഏകദേശം ഇതൊരു 1 മില്യന്റെ അടുത്ത് വ്യൂ പോവാറായിട്ടുണ്ട്. ഈ ഒരു വീഡിയോ ഇറങ്ങിയതിനു ശേഷം, അല്ലെങ്കിൽ ഈ ഒരു ഇന്റർവ്യൂ ഇറങ്ങിയതിനു ശേഷം രേണുസുധിയുടെ ഹേറ്റേഴ്സ് എല്ലാവരും കൂടെ രേണുസുധിയുടെ ഫാനായി എന്ന് വേണം പറയാൻ. ആങ്കറിന് വല്ലാത്ത ഹേറ്റ് സ്പ്രെഡ് ആയിട്ടുണ്ട്. അപ്പനും അമ്മയ്ക്കൊക്കെ തെറിവിളി കേൾക്കുന്നുണ്ട്. വല്ലാത്തൊരു കാര്യം നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ആരെയും സപ്പോർട്ട് ചെയ്യാനും ആരെയും താഴ്ത്തിക്കെട്ടാനും വേണ്ടിയിട്ട് നോക്കുന്ന ഒരു വീഡിയോ ആയിട്ട് കാണരുത്. ഇതിൽ സൊസൈറ്റിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചില റിയാലിറ്റി കാര്യങ്ങളൊന്നും നിങ്ങളുടെ തെളിവ് സഹിതം കാണിക്കുന്നു എന്നുള്ള കാര്യം മാത്രം ശ്രദ്ധിക്കാം. ആദ്യം തന്നെ ഒരു ഇന്റർവ്യൂ എന്ന് പറയുന്ന സമയത്ത് അതിൻ്റെതായ ചില ചിട്ടകളും വട്ടങ്ങളും ഒക്കെ ഉണ്ട്. അതായത് ഒരു ആങ്കർ എങ്ങനെയായിരിക്കണം, ഒരു ഇന്റർവ്യൂ എത്രത്തോളം അച്ചടക്കം ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെയാണ് ഈ ഒരു ഇന്റർവ്യൂ എടുത്തിട്ടുള്ളത് എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ ഇന്റർവ്യൂവിൽ രേണുവിന്റെ ഇരിപ്പും കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് ഇത് പകുതി ഭാഗം സ്ക്രിപ്റ്റഡ് ആണ്. രേണുവിന് ഇതിനെക്കുറിച്ച് നേരത്തെ അറിയാം എന്നുള്ളതും വ്യക്തമാണ്. കൂടാതെ തന്നെ ഈ ആങ്കർ ആയിട്ടിരിക്കുന്ന സ്ത്രീ ഇതിനു മുമ്പ് എടുത്തിട്ടുള്ള ഇന്റർവ്യൂസ് കാണുന്ന ഏതൊരാൾക്കും അറിയാം. ആളുകൾ ഇരുന്ന് ചൊറിയുന്ന ഒരു പരിപാടിയാണ് അവർ ചെയ്തിട്ടുള്ളത്. പക്ഷെ അത് അവരുടെ ഡ്യൂട്ടിയാണ്. അവർക്ക് കൊടുക്കുന്ന ക്വസ്റ്റ്യൻസ് അതിൻ്റെതായ രീതിയിൽ പേടിയൊന്നുമില്ലാതെ അവതരിപ്പിക്കുക, ചോദിക്കുക എന്നുള്ളത് മാത്രമാണ് ആങ്കർ എന്ന നിലയിൽ ആ സ്ത്രീയുടെ ജോലി. അവരതാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ ചോദ്യങ്ങൾ അവർ തന്നെ ഉണ്ടാക്കുന്നതായിരിക്കണമെന്നില്ല, വേറെ ആൾക്കാർ എഴുതി കൊടുക്കുന്നതായിരിക്കും. നമ്മൾ ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ അറിയാം. വേറെ ആൾ എഴുതി കൊടുക്കുന്ന കാര്യങ്ങൾ ഇരുന്ന് ചോദിക്കലാണ് അധിക ആങ്കർമാരുടെയും പണി. അവരതിനുള്ള പേയ്മെന്റ് വാങ്ങുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ ആങ്കർ ചെയ്തതാണ് ഭൂരിഭാഗം ആളുകളും തെറ്റായിട്ട് കാണുന്നത്. പക്ഷേ സൊസൈറ്റിയിൽ ഇത്രയും കാലം രേണുവിൻ്റെ വീഡിയോ കണ്ടു, അതിലെ കമൻറ്റുകൾ വായിച്ചു, ഒരുപാട് റിയാക്ഷൻ വീഡിയോസ് ചെയ്തു എന്നൊരാൾ എന്ന നിലയിൽ ഞാനൊരു കാര്യം പറയാണ്. ഈ രേണു എന്ന് പറയുന്ന പുള്ളിക്കാരത്തിനോട് കമൻറ്റുകൾ വഴി ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള, അല്ലെങ്കിൽ റിയാക്ഷൻ വീഡിയോസ് വഴിയും ട്രോളുകളായിട്ടും കളിയാക്കൽ വഴിയും ഒരുപാട് പേര് അവരെ വിമർശിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ചോദ്യം ചെയ്യാൻ ആഗ്രഹിച്ചിട്ടുള്ള ചില കാര്യങ്ങളാണ് പച്ചയായിട്ട് മുഖത്തോട് മുഖം നോക്കി ഈ ആങ്കർ വന്നിരുന്ന് ചോദിച്ചിട്ടുള്ളത്. അതിൽ എന്താണ് ഇത്രമാത്രം തെറ്റെന്നും എന്തിനാണ് ആ സ്ത്രീനെ ഇത്രമാത്രം സൈബർ ബുള്ളിങ് ചെയ്യുന്നത് എന്നുള്ളതും പ്രശസ്തി അർഹിക്കുന്ന അല്ലെങ്കിൽ പ്രസക്തി ഉള്ള ഒരു ചോദ്യമാണ്.
ഞാൻ ചില കമന്റുകളും കാര്യങ്ങളോട് അറ്റാച്ച് ചെയ്യും. ഞാൻ വീഡിയോന്റെ കൂടെ തന്നെ ചെയ്യും. അതൊക്കെ രേണുവിന്റെ വീഡിയോന്റെ താഴെ അവരുടെ ഡാൻസിന്, ആക്ടിങ്ങിന്, മറ്റുള്ളവരായിട്ട് ഇന്റിമേറ്റ് ആയിട്ട് അഭിനയിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് മറ്റുള്ളവർ വിമർശിക്കുന്നതാണ്. ഇത്തരത്തിൽ ഈ വിമർശനങ്ങൾ ചെയ്യുന്ന ആളുകൾ തന്നെയാണ് പെട്ടെന്ന് ആ ഒരു ഇന്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം അതിന്റെ താഴെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ വേണ്ടി കാണാൻ വേണ്ടി പറ്റും. ഇത്രയും കാലം എനിക്ക് രേണുവിനെ കണ്ടുകൂടായിരുന്നു, പക്ഷേ ഈ ഒരു ഇന്റർവ്യൂക്ക് ശേഷം എനിക്ക് രേണുവിനെ ഭയങ്കര ഇഷ്ടമായി എന്ന് പറയുന്ന ആളുകൾക്ക് ഞാൻ പറയും നിലപാടില്ലാത്ത ആളുകളാണ് എന്ന്. അപ്പപ്പ കാണുന്നതിനെ അപ്പ എന്ന് വിളിക്കുന്ന ഒരു സ്വഭാവം എന്ന് പറയുമല്ലോ, ഇത് ഞാൻ മുൻപേ പറഞ്ഞു. ഞാൻ ആരെയും വിമർശിക്കാൻ വേണ്ടിയിട്ടുമല്ല, ഒരാളെ പൊക്കി കാണിക്കാൻ വേണ്ടിയിട്ടുമല്ല. ആ ആങ്കർ പെണ്ണുപിള്ളേനെ ഈ മുമ്പുള്ള ഇന്റർവ്യൂസും കാര്യങ്ങളും കാണുന്ന നമുക്ക് തന്നെ ചൊറിഞ്ഞു വരും. കാരണം ആളുകളുടെ അണ്ണാക്ക് കയറി കോലിട്ട് കുത്തുന്ന സ്വഭാവമാണ് കാണിക്കുന്നത്. പക്ഷെ അതിലും മറ്റുള്ളവരോട് മറ്റ് കുറച്ച് ആളുകൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യങ്ങൾ പച്ചയായിട്ട് ചോദിക്കുന്നു എന്ന് മാത്രം. നമ്മൾ കമന്റ് വഴി സ്മൈലി ഒക്കെ ഇട്ട് ചോദിക്കുന്ന കാര്യങ്ങളിൽ നമ്മുടെ എക്സ്പ്രഷൻസോ അല്ലെങ്കിൽ നമ്മുടെ വോയിസിന്റെ വേരിയേഷനോ കാര്യങ്ങളോ മറ്റുള്ളവർക്ക് മനസ്സിലാവില്ല. ഇത് ഡയറക്റ്റ് ചോദിക്കുന്ന സമയത്ത് ആളുകൾക്ക് അത് ക്യാച്ച് ചെയ്യാൻ പറ്റും, ഏത് അർത്ഥത്തിലാണ് ചോദിക്കുന്നത്, എന്താണ് അതിന്റെ ടോൺ എന്നുള്ള കാര്യങ്ങളൊക്കെ. അതിൽ എനിക്ക് ആ ആങ്കറിന്റെ ഭാഗത്ത് വലിയ മിസ്റ്റേക്ക് തോന്നിയിട്ടില്ല. പക്ഷെ ഒരു ഇന്റർവ്യൂ ആയിട്ടാണ് അവർ ചോദിക്കുന്നത് എങ്കിൽ ഈ ഇന്റർവ്യൂക്ക് അതിൻ്റെതായ ഒരു അച്ചടക്കമുണ്ട്. പല ആളുകൾ ഇന്റർവ്യൂ ചെയ്യുന്നവർ കണ്ടു പഠിക്കണം, അല്ലെങ്കിൽ ആ ഒരു ചാനലിൽ കണ്ടു പഠിക്കണം, അല്ലെങ്കിൽ ഇവരെ ആങ്കറായിട്ട് ഇത്തരത്തിലുള്ള ഒരു ചൊറിച്ചിൽ ഇന്റർവ്യൂ എടുക്കുന്ന ആളുകൾ പണ്ടുള്ള ഇന്റർവ്യൂസ് കാര്യങ്ങൾ അല്ലെങ്കിൽ ഇന്റർവ്യൂവിന്റെ ഒരു ശരിയായ മാനദണ്ഡം മനസ്സിലാക്കിയിട്ട് വേണം അതിന്റെ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യാൻ, അത് അവതരിപ്പിക്കാൻ എന്നേ ഞാൻ പറയുള്ളൂ. കാരണം ഇന്റർവ്യൂക്ക് അതിൻ്റെതായ ചില മേന്മകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യനെയർ എങ്ങനെ ആയിരിക്കണം, അതെങ്ങനെ അവതരിപ്പിക്കണം, അതിനുള്ള ഉത്തരങ്ങൾ എങ്ങനെ ആളുകളിൽ നിന്ന് ക്യാച്ച് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ തന്നെ മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. ആ ഒരു കാര്യത്തിൽ നോക്കുമ്പോൾ അവിടെ വലിയ വീഴ്ച വന്നിട്ടുണ്ട്. പക്ഷെ രേണുവിനെ നെഗറ്റീവ് ഞാൻ ഇനി മുമ്പ് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ അവരുടെ അഭിനയത്തിന് മാത്രമേ വിമർശിച്ചിട്ടുള്ളൂ. അവരുടെ വസ്ത്രദാനത്തിന് ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഭർത്താവ് മരിച്ചൊരു സ്ത്രീ ഇരിക്കണമെന്ന സമൂഹത്തിന്റെ നിലപാടുകളെ കുറിച്ച് ഞാൻ തുറന്നു കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇത്തരത്തിൽ ഒരു കാര്യത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ആക്ട് ചെയ്യല്ലോ, അതായത് ഈ പിടിക്കലും തൊടലും കിടലും ഉരുളലും മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് വീഡിയോ ചെയ്യുമ്പോൾ ആളുകൾ വിമർശിക്കും, അത് ഏറ്റെടുക്കാനുള്ള മനസ്സുണ്ടാവണം എന്നും പറഞ്ഞിട്ട് ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ ഒരു ഇന്റർവ്യൂ കണ്ട സമയത്ത്, ഞാൻ ഇന്ന് രാവിലെ ആ ഇന്റർവ്യൂ മുഴുവൻ ഇരുന്ന് കണ്ട സമയത്ത് ഞാൻ ഒരുപാട് പേരുടെ കമന്റ് ബോക്സുകളിലൂടെ എൻ്റെ മനസ്സ് പോയി. ആ ഒരു കമന്റ് ബോക്സുകളിലൂടെ പോയ മനസ്സ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. കേരളത്തിലെ ഒരു 90% ആളുകളും ചോദിക്കാൻ ആഗ്രഹിച്ച അല്ലെങ്കിൽ കമന്റ് ബോക്സ് വഴി ചോദിച്ച കാര്യങ്ങളാണ് ഈ ആങ്കർ മുഖത്തോട് മുഖം നോക്കി രേണുവിനോട് ചോദിച്ചിട്ടുള്ളത്. അങ്ങനെ നോക്കുമ്പം ഒരുപാട് പേരുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് രേണുവിന്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾ കമന്റ് വഴി ഏതെങ്കിലും ഒരു പോസ്റ്റിന്റെ താഴെ ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു കമന്റ് ഇട്ടാൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം കിട്ടില്ല അല്ലെ? നിങ്ങൾ കമന്റ് ഇടും, ഒരുപാട് പേര് അതിന് ലൈക്ക് അടിക്കും, കുറച്ച് പേര് അതിന്റെ താഴെ റിപ്ലൈ തരും. പക്ഷെ രേണുവിന്റെ ഭാഗത്തുനിന്ന് അവരുടെ ഒരു ക്ലിയർ കട്ട് സംഭവം കിട്ടൂല. പക്ഷെ ഈ ഒരു ഇന്റർവ്യൂ വഴി ഒരുപാട് പേര് വിമർശിച്ചിട്ടുള്ള ചോദ്യങ്ങൾ അതേപോലെ പകർത്തി, അതായത് ബോഡി ഷേമിംഗ് വരെ ചോദിച്ചിട്ടുണ്ട്. എത്ര പേര് അവരുടെ ഡിനോസർ എന്ന് ഓന്ത് എന്നൊക്കെ വിളിച്ച് കളിയാക്കി ഞാൻ കണ്ടിട്ടുണ്ട്. ഉണക്കമുന്തിരി, അസ്ഥികൂടം, ഇങ്ങനെയൊക്കെ അത്തരത്തിലുള്ള ബോഡി ഷേമിംഗ് വരെ എടുത്ത് വ്യക്തമായി ചോദിച്ച് അതിന്റെ ഒരു ഉത്തരവും രേണു കറക്റ്റായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഒരു 90% ആളുകൾ കമന്റ് വഴി രേണു അറിയാതെ ചെയ്ത കാര്യങ്ങൾ നേരിട്ട് രേണുവിനോട് ചോദിച്ചൊരു ക്ലാരിറ്റി വരുത്തി അവരുടെ അഭിപ്രായങ്ങളും നിലപാടും വ്യക്തമാക്കി തന്നു ഈ ഒരു ഇന്റർവ്യൂ വഴി എന്ന് മാത്രമേ പറയാൻ വേണ്ടി പറ്റുള്ളൂ. അതിന് ആ ആങ്കറിനെ പോയിട്ട് പൊങ്കാലിടേണ്ട കാര്യമൊന്നുമില്ല. അതിൽ ആ ആങ്കർ തന്നെ പറയുന്ന ഒരു കാര്യം ഞാനിവിടെ ലാസ്റ്റ് പ്ലേ ചെയ്യാം. നിങ്ങൾ ആ ആങ്കർ പറയുന്നതും കൂടെ കേട്ടു നോക്കുക. കാരണം അവരെ വല്ലാത്ത രീതിയിലുള്ള സൈബർ ബുള്ളിങ് ചെയ്യുന്നുണ്ട് ആളുകൾ. അവരുടെ ഇന്റർവ്യൂ ടോണും കാര്യങ്ങളും അങ്ങനെയാണ്. ആ ഒരു ഇന്റർവ്യൂ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഉള്ളത് കൊണ്ടാണ് അവർ ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്നത് എന്നുള്ളത് ആരും മറന്നു പോകരുത്. അത് ചില ആളുകൾക്ക് അവരുടെ ഇന്റർവ്യൂ അല്ലെങ്കിൽ ഈ ഒരു സ്ത്രീനെ ആവശ്യമുണ്ട് എന്നുള്ളതും നിങ്ങൾ മറക്കാതിരിക്കുക. നാണം കുണുങ്ങി ക്യൂട്ട്നെസ് വാരി വിതറി ആങ്കറിങ് ചെയ്യുന്നതിനേക്കാളും എത്രയോ ബെറ്ററാണ് കാര്യങ്ങൾ തുറന്നടിച്ച് ചോദിച്ചിരിക്കുന്നത് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ചില സ്ഥലങ്ങളിലെ മാധ്യമപ്രവർത്തകർ ചോദിക്കുന്ന ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അവർ ഓപ്പണായിട്ട് കാര്യങ്ങൾ ചോദിക്കും, ഒന്നും പേടിക്കാതെ. പക്ഷെ എനിക്ക് രേണുവിന് അതിലൊരു ബുദ്ധിമുട്ടുണ്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. രേണുവിന്റെ ഉത്തരങ്ങളും കറക്റ്റായിട്ട് പറഞ്ഞു. ഉത്തരം കിട്ടാത്ത ഒരുപാട് പേർക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇവിടെ രേണുവിനെ ഞാൻ വിമർശിക്കുന്നില്ല, ആങ്കറേയും കുറ്റം പറയുന്നില്ല. സമൂഹത്തിന്റെ ഒരു കാഴ്ചപ്പാട് നോക്കുന്ന സമയത്ത് അവരുടേതായ ചില ഡബിൾ സ്റ്റാൻഡ് കാണിക്കുന്നു. അത് ഈ ഒരു ഇന്റർവ്യൂ വഴി വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റി എന്ന് മാത്രമേ പറയുന്നുള്ളൂ. കാരണം രേണുവിനെ ഹേറ്റ് സ്പ്രെഡ് ചെയ്ത, രേണുവിനെ നെഗറ്റീവ് പറഞ്ഞ ഒരുപാട് പേര് ഈ ഒരു ഇന്റർവ്യൂ കൊണ്ട് രേണുവിന്റെ ഫാനായി. അതാണ് അതിശയം. ഫാൻ ആവുന്നത് കൊണ്ടൊന്നും പറയുന്നില്ല. കാരണം രേണുവിന് അന്ന് മുതൽ ഇന്ന് വരെ നെഗറ്റീവ് പറയാത്ത ഒരുപാട് പേര് രേണുവിനെ മനസ്സിൽ കൊണ്ട് നടക്കുക, ആരാധിക്കുന്ന ആളുകൾ, സപ്പോർട്ട് ചെയ്യുന്ന ആളുകളും ഉണ്ട്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണോ ശരിയല്ലേ എന്നുള്ളത് നിങ്ങൾ നിങ്ങളുടെ കമന്റായിട്ട് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ. ആ ആങ്കർ വീഡിയോ ലാസ്റ്റ് പ്ലേ ചെയ്യാം, കണ്ടു നോക്കൂ. ബൈ. അവര് റീൽസ് ചെയ്ത കാലം തൊട്ട് പച്ചത്തെറികൾ മാത്രം പറഞ്ഞ ആൾക്കാരാണ് മലയാളികൾ. അക്കൂട്ടത്തിൽ നിങ്ങൾക്ക് എന്നെ നോക്കിക്കൊള്ളുക. ഞാൻ എന്റെ ഡിബേറ്റ് ചാനലുകൾ, എന്റെ ന്യൂസ് ചാനലുകൾ എല്ലായ്പ്പോഴും എംപവറിംഗ് വുമൺ എന്ന് പറഞ്ഞ പോലെ അവരെ എല്ലായ്പ്പോഴും ഞാൻ പുകഴ്ത്തിയെന്നല്ല, അവരെ അവരുടെ വഴിക്ക് വിടാനാണ് ഞാൻ സംസാരിച്ചിരിക്കുന്നത്. ഫൈൻ.
ഞാനും രേണുസുതിയും ഈ ഇന്റർവ്യൂവിന് മുമ്പ് തന്നെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു. ബെസ്റ്റ് ഫ്രണ്ട്സ് ഇൻ ദ സെൻസ് ഞങ്ങൾ തമ്മിൽ ശത്രുതയൊന്നുമില്ല. രേണുസുതിയെ തെറി പറയാത്ത 1,00,000 പേരിൽ തെറി പറയാത്ത ആൾക്കാരിൽ 1% ആൾക്കാർ തെറി പറയാത്തവരുണ്ടെങ്കിൽ അതിൽ ഒരാൾ ഞാൻ തന്നെയാണെന്ന് എനിക്ക് 100% ഉറപ്പിച്ച് പറയാൻ പറ്റും. സോ അങ്ങനെ ഇരിക്കുകയാണ് രേണുസുതിയെ ഇങ്ങനെ ഒരു സംഭവത്തിലേക്ക് വിളിക്കുമ്പോൾ ഞാനടുത്ത് പ്രോഗ്രാം പ്രൊഡ്യൂസറിനോട് ചോദിച്ചു ഇത് ശരിയാവും, കാരണം ഞാൻ അവരെ കുറിച്ച് മോശം അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പൊ ശരിക്കും അറിയാലോ ഇതിന്റെ ഷോ എന്താണെന്ന് രേണുസുതി വ്യക്തമായിട്ട് അറിയാം. അങ്ങനെ ഞങ്ങൾ നേരിട്ട് മീറ്റ് ചെയ്യുന്നു. കൃത്യസമയത്ത് തന്നെ രേണുസുതി എത്തി. മറ്റു ഗസ്റ്റിനെ പോലെയല്ല, അവർ കൃത്യസമയത്ത് എത്തി. അപ്പോഴാണ് ഞാൻ അവരുടെ ആ ഒരു വിനയം മനസ്സിലാക്കുന്നത്. ബിക്കോസ് ഷീ സച്ച് എ എന്താ പറയുക ബോൾഡ് ലേഡി. അവരുടെ പൂർണ്ണ അനുമതിയോടുകൂടിയാണ് അതിൽ ചോദിച്ചിരിക്കുന്ന ഓരോ ക്വസ്റ്റ്യൻസും ഞാൻ അവരോട് ചോദിച്ചിരിക്കുന്ന രീതി അവർ പ്രത്യേകം പറഞ്ഞു. അരഗന്റ് ആയിട്ട് തന്നെ ചോദിക്കണം, ചുമ്മാ വെറുതെ ഇങ്ങനെ പേടിച്ച് വിറച്ച് കൊഞ്ചിക്കൊടഞ്ഞ് ചോദിക്കുന്ന താല്പര്യമില്ല. ഞാൻ ആയതുകൊണ്ടാണ്, ഈ ഒരു ഷോ ഹോട്ട് സീറ്റ് ആയതുകൊണ്ട് മാത്രമാണ് രേണുസുതി മൈൽ സ്റ്റോണിലേക്ക് വന്നതെന്ന് അവരുടെ അണിയറ പ്രവർത്തകരോട്, അതായത് പ്രൊഡക്ഷൻ ടീമിനോടും മറ്റു ടീമുകളോടും ഇതിലാരാണോ ഇത് നടത്തുന്ന അധികാരികൾ അവരോട് രേണുസുതി അറിയിച്ചിരുന്നു.